ഈശ്വര ചിന്തയോടെ ആരംഭിക്കുന്നതാണ് അനുഗ്രഹദായകം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തിരുവനന്തപുരം മേഖല തിരുവതരെ മുഖ്യ വികാരി ജനറാളും ഫ്രഞ്ച് ഭാഷയിൽ ഡോക്ടറേറ്റ് നേടി ആദ്യത്തെ വൈദികനും മാർ ഇവാനിയോസ് കോളേജിൻ്റെ ബെർസാറും പ്രിൻസിപ്പാളുമായിരുന്ന റൈറ്റ് റവറൻഡ് മോൺസിഞ്ഞോർ ഡോക്ടർ മാത്യു മനക്കരക്കാവ് കോർപ്പിസ്കോപ്പായ സ്വാഗത പ്രസംഗത്തിനായി സസ്നേഹം ക്ഷണിക്കുന്നു. അത്യഭിഗമ്യ കാതോലിക്ക ബാബ തിരുമേനി, ആദരണീയായ മേയർ ആര്യ രാജേന്ദ്രൻ, നാലാഞ്ചിറ വാർഡിൻ്റെ കൗൺസിലർ ശ്രീ ജോൺസൺ ജോസഫ്, പട്ടം വാർഡിൻ്റെ കൗൺസിലർ ശ്രീ അംശു അഹമ്മദ്, ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ, തിരുവനന്തപുരം അതിരൂപതയുടെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട വർക്കി ആറ്റുപുറത്തച്ഛൻ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, ഇവിടെ ആമുഖമായി MSSൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട മുകുളംപുറത്തച്ഛൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് നമുക്കൊരു ചിത്രം നൽകുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗ് നടത്തേണ്ടിയിരുന്നത് ജനുവരി 2-ാം തീയതിയായി. കാരണം ജനുവരി 1-ാം തീയതി നാം ഏവരും സ്നേഹിക്കുന്ന അത്യുഹീന കാതോലിക്ക ബാബ തിരുമേനിയുടെ തിരുനാൾ ആഘോഷമായിരുന്നു. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം ഈ പരിപാടികൾ
സാധാരണ നടത്തുന്നത് പോലെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ ലളിതമായ തരത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് നാം ഈ ജനുവരി 1 ആഘോഷിച്ചത്. എല്ലാ വർഷവും കർമ്മോത്സവം എന്ന വലിയ ഒരു പരിപാടി നമ്മൾ സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിലാണ് നടത്താറുള്ളത്. അതിൻ്റെ ലക്ഷ്യം MSSന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളും അതിൻ്റെ ഒരു വിലയിരുത്തൽ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള അതിൽ പ്രവർത്തിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടിയുള്ള ഒരു സമ്മേളനമാണ് നാം എല്ലാ വർഷവും നടത്താറുള്ളത്. ഇപ്രാവശ്യത്തെ അഭിമന്യ പിതാവിൻ്റെ തിരക്ക് അതുകൊണ്ട് അത് മാത്രമല്ല, കോവിഡിൻ്റെ പശ്ചാത്തലം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വളരെ ലളിതമായ തരത്തിൽ ഈ ഒരു ഹോളിൽ കൊള്ളുന്ന പോലെയാണ് നാം ഈ ആഘോഷങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അഭിമന്യ പിതാവിൻ്റെ തിരുനാൾ ആഘോഷം നടത്തുന്നതോടൊപ്പം തന്നെ MSS കേരളത്തിലെ എണ്ണപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തന സംഘടനയാണ് കത്തോലിക്ക സഭയിലെ. അത് തുടങ്ങിയിട്ട് 60 വർഷക്കാലമായി ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് ആരംഭിച്ച ഈ പദ്ധതി, ഈ സംഘടന അനേകായിരം പേർക്ക് അത്താണിയായിരുന്നു, വെളിച്ചമായിരുന്നു. അത് ഇന്നും ആ തരത്തിൽ മുന്നോട്ട് പോകുന്നു. ഒത്തിരിയേറെ സാരഥികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം കഠിനാധ്വാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും എല്ലാം ഫലമായിട്ടാണ് ഈ MSS ഇന്നത്തെ തരത്തിൽ മുന്നോട്ട് പോകുന്നതും ഇപ്പോൾ അതിനെ നയിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുകുളംപുറത്ത് അച്ഛനാണ്. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ കാതോലിക്ക ബാവ തിരുമേനിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിരുനാൾ വളരെ സമുചിതമായി നാം ആഘോഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്, ഒരു കടമയാണ്. ഇന്ന് ആരാണ് ബസേലിയോസ് എന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേർക്കും അറിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പൊതുവേദികളിലും സാധാരണ സഭാതലത്തിലുമെല്ലാം പറഞ്ഞു കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ വളരെ വിശ്വപ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, ഒരു ഉദ്ധരണിയുണ്ട്. അത് ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിക്കാം. The bread which you do not use is the bread of the hungry. The garment hanging in your wardrobe is the garment of him who is naked. Shoes that you do not wear are the shoes of the one who is barefoot. The money that you keep locked away is the money of the poor. The acts of charity that you do not perform are so many injustices that you commit. ഇത് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വളരെ പ്രസിദ്ധനായ ബസേലിയോസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ. അദ്ദേഹം അന്നത്തെ സോഷ്യലിസം അദ്ദേഹം നടപ്പാക്കിയവരാണ്. ആ സോഷ്യലിസം, അതിൻ്റെ ആശയങ്ങൾ തന്നെയല്ലേ ഇന്നും പ്രതിഫലിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ. ഈ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ച, അധികമായിരിക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് കരുതി പ്രവർത്തിച്ച ഒരു വിശുദ്ധനായ വ്യക്തി. അദ്ദേഹത്തിൻ്റെ നാമധേയമാണ് നമ്മുടെ അഭിമന്യ കാതോലിക്ക ബാവ തിരുമേനി ഏറ്റെടുത്തിരിക്കുന്നത്, ബസേലിയോസ്. ആ പേരിന് തികച്ചും യോഗ്യമായ രീതിയിലാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവിടെ നമ്മൾ ഇവിടെ കേട്ടു. അദ്ദേഹം സ്നേഹസമ്പന്നനായ ഒരു പിതാവാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ, അദ്ദേഹം വന്നതിന് ശേഷം തുടങ്ങിയ പദ്ധതികളിലെല്ലാം തന്നെ സ്നേഹം എന്നുള്ള ഒരു വാക്ക് വളരെ പ്രതിഫലിച്ച് കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ സ്നേഹ വിരുന്നശാല, 4-ാം തര സ്നേഹ വീട്, തിരുവനന്തപുരം അതിരൂപതയിലെ പാവപ്പെട്ടവർക്കായി സ്നേഹപൂർവ്വം ഒരു വീട് എന്ന ഒരു പദ്ധതി ഏതാണ്ട് 1900, കൃത്യമായി പറഞ്ഞാൽ 1906 പേർക്ക് ഇതുവഴിയായിട്ട് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ സാധിച്ചു. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സ്നേഹ സുരക്ഷ,
അഭിയന്യ പിതാവ് തുടങ്ങിയ ഈ വർഷം തുടങ്ങിയ ഒരു പദ്ധതിയാണ്. ആരോരുമില്ലാത്തവർക്ക് മറ്റു ജീവിക്കാൻ മാർഗമില്ലാത്തവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി. ഇപ്പോൾ വിശുദ്ധ ബസേലിയോസിൻ്റെ ആശയങ്ങളെ തൻ്റെ ജീവിതത്തിലൂടെ ഇന്നും 21-ാം നൂറ്റാണ്ടിലും പ്രതിഫലിപ്പിക്കുകയാണ് അഭിയന്യ പിതാവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമുചിതമായി അദ്ദേഹത്തിൻ്റെ ഈ തിരുനാൾ നാം ഇവിടെ ആഘോഷിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമായ കാര്യമാണ്. അദ്ദേഹം അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഇനി പൊതുവെ പറയേണ്ട കാര്യമില്ല. ഇന്ന് കേരള സമൂഹത്തിൽ എല്ലാവരും ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു അഭിയന്യ പിതാവാണ് കാതോലിക്ക ബാവ തിരുമേനി എന്ന് നാം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. വസ്ത്രധാരയും അല്ലാതെയും എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന അഭിയന്യ കാതോലിക്ക ബാവ തിരുമേനിയെ ഈ MSSന്റെ ഡയറക്ടറായി അല്ലെങ്കിൽ ഇതിൻ്റെ പേറ്റനായിട്ട് നമുക്ക് ലഭിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരുടെയും പേരിൽ അഭിയന്യ കാതോലിക്ക ബാവ തിരുമേനിയെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇനിയും സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ആദരണീയായ മേയർ. നമ്മളെ അടുത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് ഞെട്ടിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, അത്ഭുതപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു. ഓൾ സെയിൻസ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനി തിരുവനന്തപുരം മേയറായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. കേരളം മാത്രമല്ല, ഇന്ത്യ മുഴുവനും അത് ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ചെറുപ്പക്കാരിയായ ഒരു മേയർ. അത് തിരുവനന്തപുരം കോർപ്പറേഷന് തൻ്റെ മേയറായി വന്നു എന്നുള്ളത് നമുക്ക് വേറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ മേയറുമായിട്ട് സംസാരിക്കാൻ ഇടയായി. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ പലതും നടക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പല കാര്യങ്ങളും നടക്കും. മേയറുടെ നേതൃത്വത്തിൽ മേയർക്ക് ഇതൊരു വെല്ലുവിളിയാണ്. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് മേയർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഈ ഏറ്റെടുത്തിരിക്കുന്ന ഈ വെല്ലുവിളി വളരെ ചെറുപ്പത്തിൽ കിട്ടിയ ഒരു വലിയ ജനങ്ങളെ സേവിക്കുവാനുള്ള വലിയ ഒരു അവസരമാണ്. അല്ലാതെ ഇതൊരു പദവിയായിട്ട് മേയർ കണക്കാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് മറ്റുള്ളവരെ സേവിക്കുവാനുള്ള ഒരു അവസരമായി കാണും. ആദ്യ സ്റ്റെപ്പ് തന്നെ ഞാൻ വായിക്കാനിടയായി. പല സ്ഥലങ്ങളിലും പോയി ഒരടഞ്ഞു കിടന്ന ഒരു പൊതുസ്ഥലത്ത് അവിടെ പോയി അതെന്താണെന്ന് തിരക്കുകയും അവിടെ വൃത്തിയായി സൂക്ഷിക്കണമെന്നും, അതുപോലെ തന്നെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ചുറ്റുമുള്ളവർ ആളുകൾക്ക് ഈ കൊതുകിൻ്റെ ശല്യം അതുപോലെയുള്ള മറ്റ് രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിനുവേണ്ട നടപടികൾ എടുക്കണമെന്നും അവിടെ നിർദ്ദേശിക്കുകയുണ്ടായി എന്ന് ഞാൻ കേൾക്കാനിടയായി. അപ്പോൾ മേയർ നല്ലൊരു തുടക്കം തന്നെയാണ് കുറിച്ചിരിക്കുന്നത്. ഇനിയും വളരെ കാലങ്ങൾ പിന്നിടുവാനുള്ള മേയറിന് ഈ ലഭിച്ച സ്ഥാനലബ്ധിയിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് അഭിയന്യ കാതോലിക്ക ബാവ തിരുമേനിയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. എല്ലാ ആശംസകളും നൽകുന്നു. നമ്മുടെ അടുത്ത ഒരു യുവ നേതാവായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ തന്നെ പട്ടം ഈ വാർഡിൻ്റെ കേശവദാസപുരം വാർഡിൻ്റെ മെമ്പറാണ് ശ്രീ അംശു വാമദേവൻ. ഇവിടുത്തെ ഈ ക്യാമ്പസുമായി വളരെയേറെ ഈ വാർഡുമായി ഈ സ്കൂളുമായി ഈ ക്യാമ്പസുമായി വളരെ ബന്ധമുള്ള ഒരാളാണ് ശ്രീ അംശു ഖാൻ. ഇവിടുത്തെ തന്നെ ഒരു വിദ്യാർത്ഥിയാണ്, പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ അഭിയന്യ കാതോലിക്ക ബാവ തിരുമേനിയെ വന്ന് കാണുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ഞങ്ങളെല്ലാവരും ഉറ്റുനോക്കുന്നു. ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധ ആശംസകളും ഈ മീറ്റിങ്ങിലേക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ബഹുമാനപ്പെട്ട ജോൺസൺ ജോസഫ് മനഃപൂർവ്വമായി അവസാനത്തേക്ക് മാറ്റിവെച്ചതാണ്. കാരണം ജോൺസൺ ജോസഫ് നമ്മുടെ ഈ ക്യാമ്പസിന്റെ ഒരു ഭാഗമാണ്. തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ ഒരു ഭാഗമാണ് ജോൺസൺ ജോസഫ്. ഏത് സുഖത്തിലും ദുഃഖത്തിലും എവിടെ ഒരാവശ്യമുണ്ടോ അവിടെയെല്ലാം ഓടിയെത്തുന്നത് ശ്രീ ജോൺസൺ ജോസഫാണ്. അത് ഇവിടെ എല്ലാം വിശദീകരിക്കുവാൻ സമയമില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ജോൺസൺ ജോസഫ് വഴിയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മോട് കൂടി നിൽക്കുന്ന ഒരാളാണ്, നമ്മുടെ ഒരാളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു സ്വാഗതത്തിൻ്റെ ആവശ്യം ജോൺസൺ ജോസഫിനില്ല. എങ്കിലും ഈ ഔദ്യോഗികയുടെ പേരിൽ നാലാഞ്ചിറ വാർഡിൻ്റെ കൗൺസിലറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺസൺ ജോസഫിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അഭിനന്ദിക്കുകയും എല്ലാ ആശംസകളും നേരുന്നു. ഹൃദയപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോൺസൺ ജോസഫിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടെന്ന് നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. 30 വർഷമായി എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ കാലം വാർഡ് മെമ്പറായി ശുശ്രൂഷ ചെയ്ത, സേവനമനുഷ്ഠിച്ച ഒരാളാണ് ജോൺസൺ ജോസഫ്. ഇനിയും അത് ആരോഗ്യത്തോട് തുടരട്ടെ. അദ്ദേഹത്തിന് ഇപ്പോൾ ചെയ്യുന്ന സേവനത്തിനനുസരിച്ചായിരിക്കുമല്ലോ അടുത്ത പ്രാവശ്യം ഇലക്ഷന് ജയിക്കുന്നത്, അല്ലേ? ഇപ്പോൾ അടുത്ത പ്രാവശ്യം അദ്ദേഹം ജയിക്കും എന്നുള്ളതിൽ പ്രവർത്തന ശൈലി വെച്ച് നോക്കുമ്പോൾ ജയിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ മലങ്കര സഭയുടെ മുഴുവൻ സോഷ്യൽ സർവീസിൻ്റെ ചുമതല വഹിക്കുന്നു. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വർക്കി ഫാദർ ഡോക്ടർ വർക്കി ആറ്റുപുറത്തച്ഛന്, അദ്ദേഹം തിരുവനന്തപുരം അതിരൂപതയുടെ വികാരി ജനറലാണ്. അദ്ദേഹം ഇവിടെ സന്നിഹിതനാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ചാൻസലർ അച്ഛനുണ്ട്, ജോർജ് തോമസ് അച്ഛനുണ്ട്, ബഹുമാനപ്പെട്ട കാക്കനാട് അച്ഛനുണ്ട്, ആന്റണി അച്ഛനുണ്ട്. എല്ലാറ്റിനുപരിയായി നമ്മുടെ ഈ ഡയറക്ടർ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. MSSന്റെ ഡയറക്ടറായിരിക്കും ബഹുമാനപ്പെട്ട തോമസ് മുകളുംപുറത്തച്ഛനെയും വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏതൊരു പരിപാടിയുടെയും വിജയം ആശ്രയിച്ചിരിക്കുന്നതിൽ പങ്കെടുക്കുന്നവരെ ആശ്രയിച്ചാണ്. നിങ്ങളാണ് അതിൽ പങ്കെടുക്കുന്നത്, നിങ്ങളുടേതാണ് ഈ പരിപാടി, നിങ്ങളാണ് ഇത് നടത്തുന്നത്. നിങ്ങളെ വളരെ സന്തോഷത്തോടെ യുവത്വം നാളെയുടെ പ്രതീക്ഷയാണ്. നിങ്ങളാണ് ഈ നാളെ ഇന്ത്യയെ നയിക്കേണ്ടവർ നിങ്ങളാണ്. നിങ്ങളുടെ സൽപ്രവർത്തികൾ വഴിയായിട്ടാണ് ഇന്ത്യ അറിയപ്പെടേണ്ടത്, കേരളം അറിയപ്പെടേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നല്ല ഒരു പ്രവർത്തനം, നിങ്ങൾക്ക് നല്ല ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങളെയും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു. നന്ദി. മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ അധ്യക്ഷനും MSSന്റെ പ്രസിഡന്റുമായ അഭിമന്യ മോറോമോ ബസേലിയൂസ് ക്ലീമീസ് കാതോലിക്ക ബാവ, MSSന്റെ വളർച്ചയിൽ എപ്പോഴും ഞങ്ങൾക്ക് നേതൃത്വവും വഴികാട്ടിയും മാർഗനിർദ്ദേശിയുമായ ഞങ്ങളുടെ ബാബ തിരുമേനിയെ അനുഗ്രഹ പ്രഭാഷണത്തിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ നഗരത്തിൻ്റെ ആരാധ്യയായ മേയർ ആര്യ രാജേന്ദ്രൻ, സ്നേഹിതരെ, ആരാധ്യയായ മേയർക്ക് 12 മണിക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ വിളിച്ചു കൂട്ടുന്ന അടിയന്തരമായ ഒരു യോഗത്തിൽ തുടങ്ങുന്നതിന് മുൻപ് അവിടെ എത്തേണ്ടതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനം ആരാധ്യയായ മേയറെ അറിയിക്കുകയും ഈ നഗരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ സഭയുടെയും ഈ സഭയുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും പിന്തുണയുണ്ടെന്ന് സവിനയം അറിയിക്കുകയും ചെയ്യുന്നു.
യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന, നമ്മുടെ ദേശത്തിന് പൊതുവായി ദിശാബോധം നൽകുന്ന, യുവത്വത്തിൻ്റെ പ്രസരിപ്പും ആവേശവും ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്ക് അതീതമായി നാം എല്ലാവരും സോദരർ എന്ന വലിയ ചിന്തയോടുകൂടി ഈ നഗരത്തെ നയിക്കുന്നതിന് മഹാരഥന്മാരായ മുൻഗാമികളോട് ചേർന്ന് ചരിത്രമെഴുതി അത് പൂർത്തിയാക്കുന്നതിനും മേയർ എന്ന നിലയിൽ മാത്രമല്ല, പിന്നീട് MLA-യും മന്ത്രിയും ഒരു വേള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി കൂടി പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു നേതാവായി വളർന്നു വരട്ടെ എന്ന് അംശു വാമദേവന്റെ സാന്നിധ്യത്തിലും ജോൺസൺ ജോസഫിന്റെ സാന്നിധ്യത്തിൽ അവിടെ നിന്ന് ആക്രമണമൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. എല്ലാ വിജയവും ഞാൻ നേരുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, സമയം അനുവദിച്ച അതിന് ശേഷം പറഞ്ഞുകൊള്ളാം. ഇപ്പോൾ ഉദ്ഘാടനത്തിനായി മറ്റ് വിശേഷങ്ങളൊന്നും ആവശ്യമില്ല. മേയറിനെ ബഹുമാനിക്കുന്നത് സമയം നമ്മൾ എത്രയും ചുരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഉദ്ഘാടനത്തിനായി തിരിതെളിച്ച് മേയർ ഉദ്ഘാടനം ചെയ്തൊരു വാക്ക് പറഞ്ഞ് മേയറിനെ പറഞ്ഞു വിടേണ്ടത് ഒരു അത്യാവശ്യ നമ്മുടെ കടമയാണ്. ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാബ തിരുമേനി, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകരായിട്ടുള്ള ശ്രീ ജോൺസൺ ജോസഫ്, ശ്രീ അംശു വാമദേവൻ, ഇവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാർ, സിസ്റ്റർമാർ, പ്രിയപ്പെട്ട അധ്യാപകർ, അതുപോലെ മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തകർ, ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ആദ്യം തന്നെ തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ തിരുമേനിയെ പറ്റി തന്നെയാണ് ആദ്യം പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായി കാണുമ്പോൾ, അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം നിൽക്കുന്ന ആ ഒരു സ്ഥാനത്തിനപ്പുറത്തേക്ക്, നേരത്തെ ഇവിടെ ഫാദർ സൂചിപ്പിച്ചതുപോലെ, സ്നേഹം കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒന്ന് തന്നെയാണ് അദ്ദേഹം. ഒരുപക്ഷെ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും, നമ്മൾ ആരൊക്കെ ഈ സ്ഥാനത്തേക്ക് കടന്നു വന്നാലും, രാഷ്ട്രീയം നോക്കാതെ, ജാതിയും മതവും വർണ്ണവും വർഗവും ഒന്നും നോക്കാതെ അവരെ ചേർത്ത് പിടിക്കാൻ മലങ്കര സഭ നടത്തുന്ന വലിയ തരത്തിലുള്ള സ്നേഹം, വലിയ തരത്തിലുള്ള പ്രവർത്തനം, ഒരുപക്ഷെ വിദ്യാർത്ഥികൾ, എന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് അത് തന്നെയാണ്. നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത്, ഇവിടെ നിന്ന് കിട്ടുന്ന ക്ലാസ്സുകൾക്കപ്പുറത്തേക്ക് നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് ഈ സ്നേഹവും കരുതലും തന്നെയാണ്.
നാടിനോട് പ്രതിബദ്ധതയുള്ളവരായി മാറാൻ കഴിയുന്നത് ഒരു തരത്തിലും നമ്മളെ ഒരു വിഭാഗത്തിന് മാത്രമായി മാറാതെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ നല്ല നേതാക്കളാവുന്നത്, നല്ല ലീഡേഴ്സ് ആവുന്നത് അപ്പോഴാണ്. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങേണ്ടവരാണ് എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കാർക്കുമില്ല. നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നിന്നുകൊണ്ട് വ്യക്തമായ സാമൂഹ്യ ബോധം ഉണ്ടാക്കുക, സമൂഹത്തെ സേവിക്കുന്നവരായി മാറണം. അത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപക്ഷെ ശ്രീ ജോൺസൺ ജോസഫ് ആയിരുന്നാലും ശ്രീ അംശു ആയിരുന്നാലും ആര്യ ആയിരുന്നാലും എല്ലാവരും ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ്. സമൂഹം നല്ലതാവാൻ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയാവണമെന്നില്ല. രാഷ്ട്രീയ പ്രവർത്തകർ തീർച്ചയായിട്ടും, ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും നിങ്ങളെ സേവിക്കേണ്ടവരാണ്. നിങ്ങളെ സേവിക്കേണ്ടവരായി തന്നെ ഞങ്ങൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകും. സമയപരിമിതികൾ കാരണം ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണ്. ഞാൻ ഒരുപക്ഷെ റെപ്രസെന്റ് ചെയ്യുന്ന വിഭാഗത്തിൽപ്പെടുന്ന കുറച്ചു പേരാണ് എന്റെ മുന്നിലിരിക്കുന്നത്. തീർച്ചയായും പഠിക്കുന്നത് ഒരിക്കലും ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ തൊഴിലിന് വേണ്ടി മാത്രമാകരുത് എന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ക്ലാസ്സുകളിൽ ആദ്യം പോകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ആരാവണം എന്നുള്ളത്. സാധാരണയായി കേൾക്കുന്ന ഉത്തരം നമുക്ക് കലാകായികപരമായി പല ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും സാധാരണയായി കേൾക്കുന്നത് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആകണം, സയന്റിസ്റ്റ് ആവണം, ഒരുപക്ഷെ ഫുട്ബോൾ താരമാകണം, ക്രിക്കറ്റ് താരമാകണം, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ ഇനി വരുന്ന സമൂഹത്തിലെ കുട്ടികൾ നല്ല മനുഷ്യരാവണം എന്ന് പറയുന്നവരായി മാറണം. കാരണം നല്ല മനുഷ്യന്മാർക്ക് ആര് വേണമെങ്കിലും ആവാം. നല്ല മനുഷ്യന് ഡോക്ടർ ആവാം, നല്ല മനുഷ്യന് എഞ്ചിനീയർ ആവാം, നല്ല മനുഷ്യന് മേയർ ആവാം, നല്ല മനുഷ്യന് മന്ത്രിയും MLA ഒക്കെ ആവാം. അപ്പൊ നല്ല മനുഷ്യരായി മാറുകയും അതുവഴി സമൂഹത്തിന് നന്മയും ചെയ്യുന്നവർക്ക് മാത്രം, അങ്ങനെ ഒരു സമൂഹം ഉണ്ടായാൽ മാത്രമേ ഇനി വരുന്ന കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ഒരുമിച്ച് ജീവിച്ച്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജാതിയും മതവും ഒന്നും ഇനി നോക്കിയിട്ടൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതൊക്കെ വേണം. അതൊക്കെ അതിന്റെ ഒരു പരിധി, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണോ അത് ഉപയോഗിക്കേണ്ടത് അവിടെ ഉപയോഗിക്കുക. അതിനപ്പുറത്തേക്ക് സ്നേഹം, കരുതൽ എന്നുള്ള കാര്യം വരുമ്പോൾ ഒരിക്കലും ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കി, അല്ലെങ്കിൽ സാധാരണക്കാർ നമ്മുടെ മുന്നിലെത്തുമ്പോൾ അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അതിന്റെ അങ്ങേയറ്റം ചെയ്യുന്നതിനു വേണ്ടി സമൂഹത്തിന് കഴിയണം. ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് ഈ കാലഘട്ടത്തിൽ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധിക്കും. പ്രധാനമായി മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സഹായം നിങ്ങളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് നഗരസഭ ചെയ്യാൻ ആലോചിക്കുന്നത്. അതുപോലെ ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ ഒരുപാട് മുന്നിലാണ്. ലോകത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള ആരോഗ്യ സംവിധാനം, അതുപോലെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗമനം നമുക്ക് കാണുന്നതിന് വേണ്ടി സാധിക്കും. അതിന് കരുത്താവാൻ നഗരസഭയ്ക്ക് സാധിക്കും. നിങ്ങളോടൊപ്പം എല്ലാ കാലത്തും നഗരസഭ, തിരുവനന്തപുരം നഗരസഭ ഉണ്ടാകും. അതിന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ 2 കൗൺസിലർമാർ എന്നോടൊപ്പം ഇരിക്കുന്നു. ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പുകൂടി നൽകിക്കൊണ്ട് നമുക്ക് നല്ല കുട്ടികളായി നല്ല മനുഷ്യരായി വളരാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മുഴുവൻ പേരെയും നഗരസഭയ്ക്ക് വേണ്ടി സ്നേഹത്തോടുകൂടി ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി കൂടി അറിയിക്കുന്നു. നന്ദി. പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. ശുചിത്വ കേരള പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി ബഹുമാനപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. തിരുവനന്തപുരത്തിന്റെ അഭിമാനം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ഞങ്ങളോടൊത്ത് ഇത്രയും നേരം ചെലവഴിച്ച ബഹുമാനപ്പെട്ട ആരാധ്യനായ മേയർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ സമയത്ത് MSSന്റെ പേരിൽ അറിയിച്ചു കൊടുക്കുന്നു. അടുത്തതായി യുവകേരള പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി അഭിമന്യ ബാബ തിരുമേനിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
കാലങ്ങളായി MSSന് സുപരിചിതമായ മുഖം, നാലാഞ്ചിറ വാർഡിന്റെ ജനപ്രതിനിധി ബഹുമാനപ്പെട്ട ജോൺസൺ ജോസഫ് സാറിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ബാബാ തിരുമേനി, വേദിയിലിരിക്കുന്ന ബഹുമാനയുടെ പ്രിയമുള്ള ജനറൽമാരെ, വിദ്യാർത്ഥികളുടെ പ്രിയമുള്ള നമ്മുടെ പിതാവിനോട് പറഞ്ഞു ഒരു നിമിഷം സംസാരിച്ചാൽ മതിയെന്ന്. ഒരുപാട് കാര്യങ്ങൾ ക്ലീമീസ് ബാബ പിതാവിൻ്റെ പ്രവർത്തനങ്ങളും പിതാവ് നമുക്ക് കാട്ടുന്ന മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, ലോകത്തിന് മാത്രമല്ല ഇന്ത്യക്ക് മാത്രമല്ല നമ്മുടെ തലസ്ഥാന നഗരത്തിൻ്റെ എല്ലാ മേഖലയിലും അഭിമാനമായി പ്രവർത്തിക്കുന്ന, എല്ലാ മേഖലയിലും വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന, വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ക്ഷേമകാര്യത്തിലും ഒക്കെ മാതൃക കാട്ടി വിദ്യാർത്ഥി സമൂഹത്തിനും ശക്തമായി തന്നെ നിർദ്ദേശങ്ങൾ നൽകി ഉപദേശം നൽകുന്ന ക്ലീമീസ് പിതാവിനെ ഓർത്തുകൊണ്ട് ഈ മലങ്കര സർവീസ് സൊസൈറ്റിയിലെ സേവനങ്ങൾ എത്ര നേരത്തെ തന്നെ മൂളപ്പുറത്തച്ഛൻ ഇവിടെ പറഞ്ഞു. അതുപോലെ അക്കമിട്ട് പറയാനുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. അതായത് നമുക്കെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ക്ലീമീസ് പിതാവിൻ്റെ മാതൃകാപരമായ പ്രവർത്തനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആശംസകൾ നേരുന്നു. വടക്കൻ സുറിയാനി കത്തോലിക്ക സഭയുടെ സൂര്യ തേജസ് അത്യുന്നത കർദിനാൾ മൊറോമോ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബായുടെ നാമഹേതുക തിരുനാൾ ആഘോഷവും ഇന്ന് ഈ വേദിയെ കൂടുതൽ ധന്യമാക്കുന്നു. കേക്ക് മുറിക്കുന്നതിനായി ഞങ്ങളുടെ ബാബാ തിരുമേനിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മക്കളിന്നൊന്നായി നേരുന്നൊരിയാശം
കേശവദാസപുരത്തിന്റെ പുതിയ കൗൺസിലർ, യുവത്വത്തിന്റെ പ്രസരിപ്പോടെ നമ്മോടൊപ്പമായിരിക്കുന്ന അഡ്വക്കേറ്റ് അംശു വാമദേവൻ സാറിനെ ആശംസ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഏറ്റവും അഭിമന്യനായ കാത്തോലിക്ക ബാവ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയ ഗുരുജനങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, MSSന്റെ അമരത്തുള്ളവരെ, ആദ്യമായി ഇവിടെ എത്തിയിട്ടുള്ള സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ക്യാമ്പസിൻ്റെ ഒരു ഭാഗമായി ഈ സെൻറ് മേരീസ് സ്കൂളിലെ LKG മുതൽ +2 വരെ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരിക്കുകയും ഞാനിവിടെ വന്നപ്പോൾ അച്ഛനോട് അച്ഛനോട് പറയുകയായിരുന്നു, ഞാൻ പണ്ട് തോമസ് സാറ് വടിയുമായി നിൽക്കുന്നത് നമ്മുടെ ഈ കെട്ടിടത്തിന് മുമ്പിലാണ്. ഞങ്ങളെ ഇതിലെ ഈ വരിയായി സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുന്നത് ഈ റോഡിലൂടെയാണ്. അപ്പോൾ ഏറെ സ്നേഹവും സന്തോഷവും കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിൻ്റെ അക്കാഡമിക് ഇമ്പാക്റ്റിലെ ഒരു അംഗമായി അംഗീകരിച്ചിട്ടുള്ള നമ്മുടെ ഈ MSS നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. നേരത്തെ നമ്മുടെ ബഹുമാനിയായിട്ടുള്ള മേയർ സൂചിപ്പിച്ചതുപോലെ നഗരസഭയുടെ എല്ലാ പ്രവർത്തനത്തിനും MSSന്റെ ഈ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന് എല്ലാ പിന്തുണയും അവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമുക്ക് നഗരസഭയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ MSSനോടൊപ്പം ഉണ്ടെന്നും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട MSS നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി അല്ലെങ്കിൽ ഏറ്റവും നൂതനമായി തോന്നുന്നു. നമ്മൾ സാധാരണ ഒരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ സാമൂഹിക സേവനം നടത്തുമ്പോൾ ആ സമയത്തെ അതിജീവിക്കാനുള്ള പദ്ധതികൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. ആ ഒരു സഹായത്തിനാണ് നിൽക്കുക. പക്ഷെ MSS ഇപ്പോൾ ചെയ്തു വരുന്നത് സ്വാഭാവികമായും അവർക്ക് തുടർന്നുള്ള അവരുടെ ആ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുന്നതിനും തുടർന്ന് അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. അത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. കാരണം പിന്നീട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഗുണകരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടക്കുന്നുണ്ട്. അതും വളരെ മാതൃകാപരമാണ്. MSS നടത്തുന്ന ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും എപ്പോഴുമുള്ള പിന്തുണയും നിങ്ങളോടുള്ള സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, ഈ MSSന്റെ കർമ്മോത്സവം അതിൻ്റെ 60ാമത് വാർഷികം എല്ലാം സംയുക്തമായി ഇവിടെ നടക്കുമ്പോൾ ഈ MSSന്റെ കേന്ദ്ര ഓഫീസിൽ ഇതിൻ്റെ റീജിയണൽ തലങ്ങളിൽ, ഇതിൻ്റെ യൂണിറ്റ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന 100 കണക്കിന് ഇതിൻ്റെ സന്നദ്ധ പ്രവർത്തകരെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. അവരുടെ കൂട്ടുത്തരവാദിത്വം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു സജീവമായ ചലനാത്മകത നൽകുകയാണ്. MSSന്റെ കേന്ദ്ര ഓഫീസിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളായ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഇവർ ഈ പ്രവർത്തനങ്ങൾക്ക് ഉചിതമായ മാർഗനിർദ്ദേശവും അതിൻ്റെ പ്രവർത്തന വഴികളും സമ്മാനിക്കുന്നവരാണ്. അവരെല്ലാവരോടുമുള്ള സഭയുടെ മേജർ അതിരൂപതയുടെ വ്യക്തിപരമായി എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതിനെയെല്ലാം കോർത്തിണക്കുന്നത് MSSന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് മുകുളംപുറത്ത് അച്ഛനാണ്. അച്ഛൻ്റെ സവിശേഷമായ സമർപ്പണവും ആത്മാർത്ഥമായ ഇക്കാര്യത്തിലുള്ള അച്ഛൻ്റെ താല്പര്യവും എല്ലാ വിഭാഗം ജനങ്ങളോടുമുള്ള സംവേദനക്ഷമതയും അച്ഛൻ്റെ പ്രത്യേകതകളാണ്. അച്ഛന് ഈ വിഷയത്തിൽ നൽകുന്ന സാമൂഹിക പ്രതിബദ്ധത എല്ലായ്പ്പോഴും ഞങ്ങൾ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. ജനനിസ്വാർത്ഥമായ സേവനത്തിനും കർമ്മോത്സുകമായ നേതൃത്വത്തിനും എല്ലാം ഹൃദയപൂർവമായ നന്ദി ഈ സമയത്ത് എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റി ചില വളരെ വളരെ പ്രശസ്തമായ നിലയിൽ നമ്മളുടെ അവികസിത പ്രദേശങ്ങളിലെല്ലാം, അതായത് കന്യാകുമാരി മുതൽ ശബരിമല വരെയുള്ള പ്രദേശത്തെ, ചെങ്ങന്നൂർ വരെയുള്ള പ്രദേശത്തെ, ആലപ്പുഴ വരെയുള്ള പ്രദേശത്തെ എല്ലാം ചേർത്തുകൊണ്ടുള്ള വലിയ ഒരു പ്രവർത്തന പരിധിയിലാണ് പ്രവർത്തിച്ചുകൊണ്ട് ഇരുന്നത്. ധാരാളം ആളുകൾക്ക് ഉപജീവന മാർഗം നൽകുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സമുദ്ധാനത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ള
ഇന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ചിലതൊക്കെ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ കോന്നി മലയോര പ്രദേശത്ത് നിന്ന് അന്ന് അവിടുത്തെ കപ്പയും ചേമ്പും ചേനയുമെല്ലാം കൊണ്ടുവന്ന് തോട്ടപ്പള്ളി, നിങ്ങൾക്കറിയാം ഈ ഹൈവേയുടെ അടുത്തുള്ള സ്ഥലം, അവിടെ കൊണ്ടുവന്ന് അവിടുത്തെ കർഷകര് ഇവിടെ വിൽക്കുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ അടങ്ങുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ ഈ മരച്ചീനി ഉൾപ്പെടെയുള്ളത് വാങ്ങിക്കുകയും പകരം ഏറ്റവും ഫ്രഷായി കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന മീൻ ഈ കോന്നി ഭാഗത്തെ മലയോര പ്രദേശത്തുള്ളവർ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു വലിയ പദ്ധതി മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റി, മലങ്കര ഫിഷറീസ് എന്ന ഒരു നാമധേയത്തിൽ പ്രവർത്തിച്ച അനേക വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ബാർട്ടർ സിസ്റ്റം എന്നോ എക്സ്ചേഞ്ച് സിസ്റ്റം എന്നോ ഒക്കെ പറയുന്നതിൻ്റെ ഒരു പ്രത്യേക രൂപമായിരുന്നു. ഞാൻ പറഞ്ഞത് കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് MSS പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു പഠനശാലയുമായി ഇത് രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഇത്രയും വിദ്യാർത്ഥികൾ ഇവിടെ പരിശീലനം തേടുന്നു എന്നുള്ളത് അഭിമാനകരമായ വസ്തുതയാണ്. ഒരു വാക്ക് നിങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ബഹുമാന്യായ മേയർ ഇന്ന് ഇവിടെ വരാൻ കാണിച്ച ആ നല്ല മനസ്സ്, ഔദാര്യമൊക്കെ സന്തോഷത്തോടെ ഓർക്കുന്നു. മാത്രവുമല്ല, നമുക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശ. ഈ അംശു വാമദേവൻ ഇവിടെ കൗൺസിലറാണ്, ജോൺസൺ ജോസഫ് കൗൺസിലറാണ്. ഒരിക്കൽ ശ്രീ രാഹുൽ ഗാന്ധി എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദ പ്രസിഡന്റ് ഓഫ് ദ കോൺഗ്രസ് പാർട്ടി? അദ്ദേഹം പ്രസിഡന്റാണ്, ടു ലീഡ് ദ പാർട്ടി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു, വാല്യൂ ദ എക്സ്പീരിയൻസ്, എൻകറേജ് ദ എന്തൂസിയാസം. അതായത് മുതിർന്നവരുടെ പ്രവർത്തന അനുഭവം നിരാകരിക്കരുത്, എന്നാൽ ചെറുപ്പക്കാരുടെ ഉത്സാഹവും ആവേശവും പ്രോത്സാഹിപ്പിക്കണം. There's a beautiful blend between these two, experience and enthusiasm. Experience from the people who have worked already or who are still working. And enthusiasm is a virtue which keeps people united to go ahead. മുന്നോട്ട് പോകാനുള്ള ഒരു ആവേശം അതാണ്. നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ അരാഷ്ട്രീയവാദം വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. രാഷ്ട്രീയം എന്നത് എന്തോ മോശപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് അരാഷ്ട്രീയ ചിന്ത, അല്ലെങ്കിൽ മതം തെറ്റാണെന്നോ അതാവശ്യമില്ലെന്നോ ഒക്കെ പറയുന്ന ഒരു രീതി. സന്മാർഗത്തെക്കുറിച്ച് അതേ നിലപാട്. എന്നാൽ അതുണ്ടാക്കുന്ന അനിശ്ചിതത്വവും അരാജകത്വവും വളരെ വലുതാണ്. ടു മേക്ക് ഇറ്റ് വെരി ക്ലിയർ ആൻഡ് സിമ്പിൾ, ഒരു ക്രിസ്ത്യാനിയായി ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ഒരു സഭയുടെ അധ്യക്ഷനായി നിൽക്കുമ്പോൾ, ഈ രാജ്യത്തെ സേവിക്കുന്നതിനോ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളോട് സ്നേഹത്തോടുകൂടി ഇടപെടുന്നതിനോ എൻ്റെ വിശ്വാസം എനിക്ക് തടസ്സമാകാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബ്ലോക്ക് മീ ടു ബി എ ബിലീവർ. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നത്, എനിക്ക് മെമ്പർഷിപ്പുമില്ല, പ്രവർത്തനവുമില്ല, കാർഡുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് വിരോധം വെച്ച് പുലർത്താനോ അവരുമായി സന്ധിയില്ലാ സമരം ചെയ്യാനോ ആണ് എന്ന് ഞാൻ കരുതുന്നുമില്ല. ഇതിനുപരിയായി അപ്പുറത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ ഈ ദേശവും നമ്മുടെ രാജ്യവും പുരോഗമിക്കണമെങ്കിൽ നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രമേ സാധിക്കൂ. ഒരു വ്യക്തിയെ കൊണ്ട് ഈ രാജ്യത്തിന്റെ ഭാഗധേയം ഒരു പരിധിവരെ നിർണ്ണയിക്കാൻ കഴിയും. എന്നാൽ നാം എല്ലാവരും വിചാരിച്ചാൽ ഈ ദേശത്തിന്റെ മുഖഛായ മാറ്റി എഴുതുന്നതിന് നമുക്ക് കഴിയും. ഭരിക്കുന്ന പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരോ വിചാരിച്ചാൽ ഈ ഭൂഗോളത്തിന്റെ പടം മാറ്റി വരയ്ക്കാനാവും എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് മാറ്റങ്ങൾ വരുത്താൻ കഴിയും.
പക്ഷെ നാം ഒരുമിച്ച് നിന്ന് മനസ്സോടുകൂടി ഈ രാജ്യത്തെ കരുതിയാൽ നമുക്ക് വളരെ അത്യപൂർവമായ വിജയസിദ്ധികൾ കരസ്ഥമാക്കുന്നതിന് സാധിക്കും. നമ്മുടെ ദേശത്ത് നമുക്ക് ധാരാളം പരിമിതികളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും മരച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് പഠിക്കുന്ന ഡൽഹിയിലെ ഒരു കാഴ്ച, എനിക്ക് പരിചയമുള്ള ഒരു റോഡ്, ആ റോഡിലെ ഫ്ലൈ ഓവറിന്റെ താഴെ ഇരുന്ന് പഠിക്കുന്ന കുറേയേറെ വിദ്യാർത്ഥികളെ കണ്ടു. ട്യൂഷൻ സെന്ററാണ്. അവർക്ക് ഒഴിവ് സമയത്ത് ഒരു അധ്യാപകൻ അവിടെ വന്നവരെ പഠിപ്പിക്കുകയാണ്. ഫ്ലൈ ഓവറിന്റെ താഴെയുള്ള സ്ഥലം അവിടെ ഉപയോഗിച്ച് അവർ പഠിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് പരിതാപകരമായ അവസ്ഥയുള്ള കൊച്ചു ഗ്രാമങ്ങളും ശ്രദ്ധിക്കപ്പെടാത്ത മനുഷ്യരുമുണ്ട്. അതെല്ലാം ഒരു ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടുകയില്ല. എന്നാൽ ഇതിന്റെ എല്ലാം മേൽ ഒരു ശ്രദ്ധയും കണ്ണും ചെലുത്തുകയാണ് ഭരണാധികാരികളുടെ ലക്ഷ്യം. പ്രിയപ്പെട്ട കൊച്ചു അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ വിദേശത്ത് നിന്ന് ഒരു പ്രസിഡന്റോ ഒരു വിമാനം നിറയെ യുദ്ധ സാമഗ്രികളോ അതൊന്നും പര്യാപ്തമല്ല. നമ്മുടെ രാജ്യത്തെ, ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന എന്നല്ല, ഇവിടുത്തെ എല്ലാവരും ഉൾക്കൊള്ളുന്ന, അതായത് ഏത് മതവിശ്വാസത്തിൽ ജീവിക്കുകയും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും സ്വപ്നവും എല്ലാവരുടെയും അവകാശവും കടമയുമാണ്. ഒന്നിന്റെ പേരിലും ആരെയും മാറ്റി നിർത്താൻ പാടില്ല. നിങ്ങൾ ഇവിടെ മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലെ നിങ്ങൾ ഇവിടുത്തെ കേന്ദ്ര ഓഫീസിൽ ഇവിടെ ഈ വിദ്യാപീഠത്തിൽ തന്നെ പഠിച്ച് നിങ്ങളെ പൊതു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ആശംസയും പ്രാർത്ഥനയും നമുക്ക് ഈ ദേശത്തോട് ഒരു ബന്ധമുണ്ടാകണം. ഞാൻ എൻ്റെ ദേവാലയത്തിൽ നിന്ന് ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തെ പൊതുസമൂഹം എന്ന് വിളിക്കാൻ എൻ്റെ മനസ്സിന്, എൻ്റെ നാവിന് കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഒരു വർഗീയ ചിന്തയ്ക്ക് അടിമപ്പെട്ട് പോകും. ഞാൻ ആരാധിക്കുമ്പോൾ കാണുന്ന സമൂഹം വളരെ മിങ്കിൾഡായി പൊതുസമൂഹത്ത് നിൽക്കുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുന്ന ആളുകളെ യാത്ര ചെയ്യുന്ന ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കേണ്ടതില്ല, യാത്രക്കാർ എന്ന് വിളിച്ചാൽ മതി. നമ്മൾ പാസ്പോർട്ട് കൊടുക്കുമ്പോൾ ക്രിസ്ത്യാനിയായ ഇന്ത്യക്കാരൻ എന്ന് പറയേണ്ടതില്ല, ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. There is an identity, but there is a uniformity amongst us. നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയും. ഇത് ഭിന്നിപ്പിച്ച് നമ്മെ ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും അവരുടെ മുൻപിൽ അവരോട് പറയേണ്ടുന്ന ഒരു മുദ്രാവാക്യമാണ് ക്വിറ്റ് ഇന്ത്യ. നമ്മൾ ഇന്ത്യ വിട്ടു പോകണമെന്നല്ല. We should stay back. Let them go out of the country because this country belongs to us. നമുക്ക് അങ്ങനെ ഒരു രാജ്യസ്നേഹം കാണിക്കുന്നതിന്, പ്രകടമാക്കുന്നതിന്, നമ്മുടെ ദേശം നമ്മുടേതായി നിലനിർത്തുന്നതിന്, ഞാൻ പറഞ്ഞത് പല കാരണങ്ങളുള്ള, ഞാൻ കുറച്ചു കാലം വിദേശത്ത് പഠിക്കുന്നതിനിടയായിട്ടുണ്ട്. ഇതുപോലെ സുന്ദരമായ, ഇതുപോലെ എല്ലാവർക്കും താമസിക്കാൻ കഴിയുന്ന ഒരു രാജ്യം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഇനിയും മഷിയിട്ട് പരിശോധിക്കേണ്ടതാണ്. അത്ര മനോഹരമാണ്. നമുക്ക് ചില സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ ഈ രാജ്യത്തെ വെറുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ തെറ്റിദ്ധരിക്കരുത്, ഇത് എല്ലാവർക്കും വാസയോഗ്യമായ നമ്മുടെ കൊച്ചു രാജ്യമാണ്, വിശാലമായ സംസ്കാരമാണ്. ഇതിന്മേൽ നമുക്ക് കെട്ടിപ്പടുക്കാം, ഇതിന്മേൽ നമുക്ക് പടുത്തുയർത്താം. അതിനുള്ള ആവേശവും പ്രചോദനവും MSSന്റെ പ്രവർത്തനങ്ങളും MSSന്റെ ഞങ്ങളുടെ പഠനവും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊതുജീവിതത്തിലെ എൻ്റെ സംതൃപ്തി, നമ്മൾ എല്ലാവരും ഒരേ ദിശയിൽ ഒരേ സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് ചിന്ത ബലപ്പെടുന്നതാണ്. അതിന് ജോൺസൺ ജോസഫ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്, അല്ലേ? മാറാൻ പറ്റൂല. ജോൺസൺ ജോസഫ് കോൺഗ്രസിന്റെ പ്രവർത്തകൻ. അംശു വാമദേവൻ DYFIയിലും വളർന്നു വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ ഈ അംശുവിന്റെ സപ്പോർട്ടേഴ്സ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ
ഇവർ രണ്ടുപേരും രണ്ട് പാർട്ടിയിൽപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞതിന്റെ വളരെ പ്ലെയിനായിട്ട് പറഞ്ഞതിന്റെ അർത്ഥം, ഇവർ രണ്ട് പാർട്ടിയിലായിരിക്കുന്നത് നമ്മുടെ ദേശത്തിന് ദോഷമില്ല. പക്ഷേ പൊതുകാര്യങ്ങളിൽ ഇവിടെ ഒരു പാലം പണിയുന്നതിൽ, ഒരു ഫ്ലൈ ഓവർ പണിയുന്നതിൽ, ഇവിടുത്തെ വിമാനത്താവളം വികസിപ്പിക്കുന്നതിൽ, ഇവിടെ കുടിവെള്ള പദ്ധതി ഉണ്ടാക്കുന്നതിൽ ഈ പാർട്ടികളുടെ ഒന്നും പേര് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ദേശം, നമ്മുടെ ജനപ്രതിനിധികൾ എന്ന വിചാരത്തിൽ തീർച്ചയായും നമുക്കൊരു പുതിയ പ്രതീക്ഷ നൽകുന്നതാണ്. ജോൺസൺ ജോസഫിനെ പോലെയുള്ള പഴമക്കാരുടെ അനുഭവത്തെ എല്ലാം മാനിച്ചുകൊണ്ട് തന്നെ പുതിയൊരു തലമുറ നമുക്ക് വളർന്നു വരുന്നു എന്നുള്ളത്, അതിൽ നിങ്ങൾ ഇതിൻ്റെ ഈ ആപ്തവാക്യം ഏറ്റെടുത്ത് മുൻപോട്ട് പോകണം. എല്ലാ വിജയവും ആശംസിക്കുന്നു. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ എവിടെയെങ്കിലും പുണ്യസങ്കേതത്തിൽ പോകുമ്പോൾ എളിയവനായി എന്നെ കൂടി ഓർത്താൽ എനിക്ക് അത് അനുഗ്രഹമായിരിക്കും. എല്ലാവർക്കും നന്ദി. നമ്മുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആരാധ്യയായ മേയർ, നമ്മളോടൊപ്പം ഇന്ന് ഈ വേദിയിലായിരിക്കുന്ന ജോൺസൺ ജോസഫ് സാറ്, അംശു സാർ, ജോർജ് വെട്ടിക്കാട്ടിലച്ച, മാത്യു മനക്കരക്കാവിൽ കോർബിസ്കോപ്പാച്ച, നന്ദിയുടെ ഒരു വാക്ക് പറയാനാണ് ഞാൻ നിൽക്കുന്നത്. നന്ദി പറഞ്ഞ് തീരുന്നതിന് മുമ്പ് നമ്മുടെ MLA എത്തുകയാണെങ്കിൽ ഒരു വാക്ക് MLA നമ്മളോട് സംസാരിക്കും. ഇപ്പോൾ നന്ദിയുടെ വാക്കിന് മുമ്പ് നമ്മുടെ ഈ MSSൽ കഴിഞ്ഞ 40 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ സജി സാറിനെ പിതാവ് ഇപ്പോൾ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ നമ്മുടെ പ്രതിനിധിയായിരിക്കുന്ന പ്രശാന്ത് സാറ് ഇപ്പോൾ 2 വാക്ക് നമ്മളോട് സംസാരിക്കും. അഭിനന്ദനായ ക്ലെമിസ് പിതാവെ, വേദിയിലുള്ള ജനപ്രതിനിധികളെ, പ്രിയങ്കരായിട്ടുള്ള സുഹൃത്തുക്കളെ, പിതാവ് എന്നോട് ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അപ്രതീക്ഷിതമായിട്ടുള്ള വിളിയായിരുന്നു. ഇപ്പൊ എന്തായാലും മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ 60ാമത് വാർഷികാഘോഷ പരിപാടികളാണ്. ഞാനിപ്പോൾ വരുന്നത് നിയമസഭയിൽ നിന്നാണ്. നിയമസഭയുടെ അവസാനത്തെ സെക്ഷനാണെന്ന് തോന്നുന്നു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ചിലപ്പോൾ ഒരു 1-2 ദിവസത്തെ സെക്ഷൻ കൂടെ കാണുമായിരിക്കും. അപ്പൊ നിങ്ങളെയൊക്കെ കാണാനും 2 വാക്ക് പറയാനും കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുമായി ഞാൻ നേരത്തെയും മേയർ എന്ന നിലയിലും MLA എന്ന നിലയിലും നിരവധി പ്രവർത്തനങ്ങളുമായി ചേർന്ന് നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. പിതാവിന്റെ തന്നെ നിരവധി പദ്ധതികൾ അഭിമാനകരമായി നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതും ചെറിയൊരു കാര്യമല്ല. നമ്മുടെ നഗരത്തെ പട്ടിണിയില്ലാത്ത നഗരമാക്കി മാറ്റാനുള്ള ഏറ്റവും നല്ല പദ്ധതി പിതാവാണ് ആദ്യം അത് ആവിഷ്കരിച്ചത്. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ആ പദ്ധതി വന്നത്. അപ്പൊ അങ്ങനെയുള്ള നല്ല പദ്ധതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോവിഡ് കാലത്ത് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ആരും പട്ടിണി കിടക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അത് അന്വർത്ഥമാക്കാൻ ഇതുപോലുള്ള നിരവധി സംഘടനകൾ മുന്നോട്ട് വരുമ്പോഴാണ് അത് പ്രാവർത്തികമാക്കുക. നമ്മൾ കാണേണ്ടത് ഒരു ഗവൺമെന്റിന്റെ നയം അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതി അത് പൂർണ്ണമായും നടപ്പിലാക്കപ്പെടണമെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് സംഘടനകൾ കൂടിയുണ്ട്. ഞാൻ പറയുന്നത് ഗ്യാപ് ഫില്ലിംഗ് എന്നാണ്.
അത്തരത്തിലുള്ള നല്ല പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും വിജയിപ്പിക്കാനും ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നിരവധി ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും. ഞാൻ വൈകി ഒന്ന് കൂടുതൽ വർത്തമാനം പറയുന്നില്ല. നിങ്ങളൊക്കെ ഒരുപാട് നേരമായി ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് ഇവിടെ ഇരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാനൊക്കെ യുവജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് വന്നത്. ഇപ്പൊ പ്രായമെങ്കിലും യുവജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് വന്നത്. ഈ നഗരത്തിന്റെ മേയറാകുമ്പോൾ എനിക്ക് 34 വയസ്സായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. ഇപ്പൊ അത് പോയി. ഇപ്പൊ 21 വയസ്സുള്ള കുട്ടിയാണ് മേയറായിരിക്കുന്നത്. എനിക്ക് വന്നിട്ട് പോയി. അപ്പൊ അങ്ങനെ ചെറുപ്പക്കാർക്ക് നല്ല അവസരങ്ങൾ കൂടി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഉയർന്നു വരാൻ വേണ്ടി പരിശ്രമിക്കണം. നിങ്ങളുടെ കയ്യിലാണ് ഈ നാടിന്റെ നേതൃത്വം ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിലേക്ക് ചുരുങ്ങിപ്പോകാതെ ഈ നാടിന് നയിക്കുന്ന നേതൃത്വമായി ഉയർന്നു വരാൻ വേണ്ടി ഓരോ കുട്ടികളും പരിശ്രമിക്കണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ജൂബിലി സെലിബ്രേഷന് എല്ലാവരും ആശംസകളും ഭാവങ്ങളും നേരുന്നു. പുതുവത്സര ആശംസകൾ കൂടി നേർന്നുകൊണ്ട് അവസരമെടുക്കുന്നു. പ്രോഗ്രാം അവസാനിക്കുകയാണ്. നദിയുടെ ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ഇന്നത്തെ ദിനത്തില് നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന അത്യുന്നത കർദിനാൾ മൊറോനോ ബെസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവ തിരുമനസ് ആണ്. യുവജനങ്ങളുടെ എക്സ്പീരിയൻസും യുവജനങ്ങളുടെ എന്തൂസിയാസവും മുതിർന്നവരുടെ എക്സ്പീരിയൻസും എപ്പോഴും അത് ഉപകാരമാണ് എന്ന് നമ്മളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പിതാവിന്റെ വാക്കുകളിലൂടെ നമ്മളെ കൂടുതൽ ചിന്തിക്കുവാനും കൂടുതൽ പ്രവർത്തിക്കുവാനും കൂടുതൽ നന്മ ചെയ്യുവാനും നമ്മളെ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു. പിതാവിന് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല എങ്കിലും കാരണം അവരുടെ പ്രസിഡന്റാണ്. സഭയുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ നോക്കുന്നതാണ്. പിതാവിനെ പ്രത്യേകമായിട്ട് ഞാൻ നന്ദി അറിയിക്കുന്നു. ആരാധ്യയായ മേയർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഞാൻ ഈ പ്രോഗ്രാം എങ്ങനെയാണെന്ന് ഈ കുട്ടികളോട് പറഞ്ഞപ്പോൾ അവർ ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്: മേയറോടൊപ്പം ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ ഒരു അവസരം തരണേ അച്ഛാ എന്നാണ് പറഞ്ഞത്. അത്രമാത്രം അവരൊക്കെ പ്രതീക്ഷ, അല്ലെങ്കിൽ ഞങ്ങൾക്കും പ്രതീക്ഷ ഉണ്ടാകും എന്നുള്ള ഒരു ആഗ്രഹം ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. പേടിക്കേണ്ട, ചിലപ്പോൾ വീണ്ടും തിരിച്ച് മേയർ വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മളോടൊപ്പം ആയിരുന്നു, നമ്മൾക്ക് സന്ദേശം നൽകി, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു, കോർപ്പറേഷന്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. അതിനെല്ലാം പ്രത്യേകമായിട്ടുള്ള നന്ദി സാന്നിധ്യത്തിൽ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ഏറ്റവും സ്നേഹം പറഞ്ഞ MLA പ്രശാന്ത് സാർ നമ്മുടെ എല്ലാ പരിപാടികൾക്കും എപ്പോഴും ഉണ്ട്. ഈ പ്രോഗ്രാം നമ്മൾ സത്യം പറഞ്ഞ തിങ്കളാഴ്ചയാണ് നമ്മളിത് അറേഞ്ച് ചെയ്തത്. പിതാവിന്റെ ഡേറ്റ് നോക്കിയിട്ട് ഇന്ന ദിവസം നമുക്ക് നടത്താൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അരമനയുടെ വെളിയിലോട്ട് ഇറങ്ങി ആദ്യം പ്രശാന്ത് സാറിനെ വിളിച്ചു. സാറേ, ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട്, എന്നെ സഹായിക്കണം, പെട്ടെന്നാണ്, എങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് സാറിന്റെ സാന്നിധ്യം ഉണ്ടാകണം. സാർ വളരെ സന്തോഷത്തോട് പറഞ്ഞു. 2-3 നിയമസഭാ മീറ്റിംഗ് നടക്കുന്നു, 2-3 പ്രോഗ്രാം കൂടെ ഉണ്ട്, അതിനുശേഷം എപ്പോഴെങ്കിലും ഞാൻ അവിടെ എത്താം എന്ന് പറഞ്ഞു. സാർ വാക്ക് പാലിച്ചു. എനിക്ക് വളരെ സന്തോഷം. എൻ്റെ എല്ലാവരുടെയും പേരിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണത്തിന്റെ അതിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന മൊയ്തീൻ സാറാണ്. ഞാൻ സാറിനെ വിളിച്ചായിരുന്നു. സാറിന് വളരെ സന്തോഷം, നമ്മുടെ MP ആയിരിക്കുന്ന സാറിന് വളരെ സന്തോഷമുണ്ടായിരുന്നു നമ്മുടെ ഈ കുട്ടികളുടെ ഈ പ്രോഗ്രാമിന് വന്ന് പങ്കെടുക്കണമെന്ന്. എന്നാൽ ഇന്ന് നിയമസഭയിലെ ഇലക്ഷന്റെ ഒക്കെ കാര്യങ്ങൾ നടക്കുന്നു, നാളെ ബഡ്ജറ്റ് നടക്കുന്നു. ഇത് രണ്ടും ആയിരിക്കുന്നതുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ MP, നമ്മുടെ മന്ത്രി നമുക്ക് വരാനായിട്ട് സാധിക്കാഞ്ഞത്. സാറിന് വളരെ സന്തോഷം ഉണ്ടായിരുന്നു വരുന്നതിൽ. ഞാൻ സന്തോഷം അറിയിച്ചതിലുള്ളതായ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ജോൺസൺ ജോസഫ് സാറ് നമ്മുടെ വാർഡിന്റെ കൗൺസിലറാണ്. ഏത് കാര്യത്തിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണുന്നുണ്ടാകും. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കൗൺസിലറിന്റെ ഒരു സപ്പോർട്ടൂടെ നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ്. കൗൺസിലർ വന്ന് ഒപ്പൊക്കെ ഇട്ട് തരണം. അപ്പോൾ സാറ് നമ്മുടെ സാന്നിധ്യമായിട്ട് ഇവിടെ എപ്പോഴും ഉണ്ട്. ഈ ക്ലാസ്സുകൾക്ക് അതിന്റെ വെരിഫിക്കേഷൻ ഒക്കെ നടത്താനായിട്ട് ഇന്ന് ഈ പ്രോഗ്രാമിലായിരിക്കുന്നു. സാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ശ്രീ അംശു വാമദേവൻ സാറിനോട് ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ നമ്മുടെ MLA വിളിച്ചതിന് ശേഷം അംശുവിനെയാണ് വിളിച്ചത്. അംശുവിനോട് ഞാൻ പറഞ്ഞു ഞാനൊന്ന് സഹായിക്കണം. കാരണം പിതാവിന്റെ ഫീസ്റ്റിന് അംശു അന്ന് അരമനയിൽ വന്നപ്പോൾ ഞാൻ പ്രത്യേകം സംസാരിച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലും അത്യാവശ്യത്തിന് മേയറെ കിട്ടണമെങ്കിൽ എനിക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരണമെന്ന്. അപ്പോൾ അംശു എന്നോട് പറഞ്ഞു ഞാനത് റെഡിയാക്കി തരാം. സത്യം പറഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് മേയറെ വിളിച്ചത് അംശുവാണ് മേയറെ എനിക്ക് റെഡിയാക്കി തന്നത്. അതിനുശേഷം പിറ്റേ ദിവസമാണ് അംശുവിന്റെ ഫോണിൽ നിന്ന് തന്നെ മേയറിനോട് ഞാൻ സംസാരിച്ചത്. എങ്ങനെ ഒരു പ്രോഗ്രാം വരണമെന്ന് വളരെ സന്തോഷത്തോടെ വന്നു.
വംശമാണ് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു തന്നത്. പ്രത്യേകിച്ച് മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ എല്ലാവിധമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹം പറഞ്ഞ മോൺസിഞ്ഞോർ ഡോക്ടർ മാനക്കരക്കാവ് അച്ഛന് തിരുവനന്തപുരം മേജർ രൂപതയുടെ മുഖ്യ വികാരി ജനറൽ അച്ഛനാണ് ഇന്ന് സ്വാഗതം അറിയിച്ചു. അച്ഛനോടുള്ളതായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ഏറ്റവും സ്നേഹം ജോർജ് വെട്ടിക്കാട്ടൽ അച്ഛന് മലങ്കര സഭയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ എല്ലാത്തിൻ്റെയും കൂടെ ഡയറക്ടറാണ്. അച്ഛനോടുള്ളതായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ കടന്നു വന്ന എല്ലാ വൈദികര്, അതുപോലെ തന്നെ MSSന്റെ എല്ലാ സ്റ്റാഫ് അംഗങ്ങള്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും എല്ലാവരോടുള്ളതായ നന്ദി ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജോർജ് ജോൺസ് അച്ഛന് ഇന്നലെ വൈകിട്ട് വന്ന കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അജി പുളിമുട്ടിൽ അച്ഛന് ഇന്ന് അത്യാവശ്യം പള്ളിയിൽ മനസ്സിന് ഉള്ളതുകൊണ്ട് പോയതാണ്. അതുകൊണ്ട് ഇന്നലെ എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ട് പോയി. 2 അച്ഛന്മാരോടുള്ളതായ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഏറ്റവും കൂടുതലായിട്ട് എന്നോടൊപ്പം നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾ, ഏകദേശം 50 സ്റ്റാഫ് അംഗങ്ങളാണ് നമുക്ക് മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലുള്ളത്. 50 സ്റ്റാഫ് അംഗങ്ങളെയും സിസ്റ്ററിനെയും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് സാധാരണ നമുക്ക് ഈ ജനുവരി 2-ാം തീയതി നമ്മൾ കർമ്മോത്സവം നടത്തുമ്പോൾ അവിടെ വരുന്ന എല്ലാവർക്കും നമ്മളന്ന് ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. അതിന്നും നമ്മൾ നിർത്തിയില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും സ്റ്റാഫ് അംഗങ്ങൾക്കും നമ്മൾ പിതാവ് ആരംഭിച്ചതായ സ്നേഹ വിരുന്നശാലയിൽ വെച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. അവിടെ എല്ലാവരും ഇത് കഴിഞ്ഞാൽ ഉടനെ നാഷണൽ ആന്തം ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സ്നേഹവിരുന്നശാലയിലേക്ക് ഭക്ഷണത്തിനായിട്ട് പോവുക. നിയോഗിച്ചിട്ടുള്ള സ്റ്റാഫ് അംഗങ്ങൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം. സ്റ്റേജിലായിരിക്കുന്ന എല്ലാവരും പിതാവിനോടൊപ്പം നമ്മൾ ഇവിടെ ഭക്ഷണം ക്രമീകരിക്കുന്നതും ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കും. പ്രത്യേകമായിട്ട് നമുക്ക് എഴുന്നേറ്റ് വെക്കാം. അതോടൊപ്പം ഈ വർഷത്തെ പിതാവിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുള്ള മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ചെറിയ സംഭാവന നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ആയിരിക്കുന്ന ബൈജു ഇപ്പോൾ നൽകുന്നു.